നിങ്ങൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ സ്വർണം വാങ്ങുവാനോ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗോൾഡിനാണ് മികച്ച രീതിയിലുള്ള റിട്ടേൺ നൽകാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ സ്വർണം വാങ്ങണോ അതോ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണോ, മാത്രമല്ല സേഫ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയ ബോണ്ടുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണത്തിൽ വളരെ സ്മാർട്ടായി നിക്ഷേപിക്കുന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ലഭിക്കും. ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. 10 ഗ്രാമിന് 1,10,000 രൂപ എന്ന നിരക്കിലാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. അതായത് 1 കിലോ സ്വർണ്ണത്തിന് 1.1 കോടി രൂപ. ഈ ഒരു ഹൈ പ്രൈസ് എന്ന് പറയുന്ന ഒരു സിനാരിയോ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സമയത്ത് സ്വർണം വാങ്ങണോ, അതായത് വില കുറയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. സ്വർണ്ണത്തിന്റെ വില എന്തുമാവട്ടെ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും സ്വർണ്ണത്തിനായിട്ട് ഒരു അലോക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ടെങ്കിൽ അതിൽ 10 മുതൽ 12 രൂപ വരെ സ്വർണ്ണത്തിനായിട്ട് മാറ്റിവെക്കണം. അതാണ് ഗോൾഡൻ റൂൾ. നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചത് ആഭരണങ്ങളായിട്ടും ഗോൾഡ് കോയിനുകളായിട്ടും അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ മറ്റു രൂപങ്ങളുമായിട്ടാണ്. പക്ഷെ ഇന്നത് മാറിയിരിക്കും. ഇന്ന് കൂടുതൽ സ്മാർട്ട് ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് സ്വർണം ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സെക്ടർ ആയിട്ട് മാറിയത്? നമുക്ക് അതിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് സ്വർണം ഒരിക്കലും നമുക്ക് നഷ്ടം തന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. 1970 മുതൽ 2025 വരെയുള്ള ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ശരാശരി പ്രതിവർഷം 13.3% റിട്ടേൺ എപ്പോഴും സ്വർണം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇതേ സമയം നമുക്ക് 12% ആവറേജ് റിട്ടേൺ മാത്രമേ തന്നിട്ടുള്ളൂ. സോ സ്വർണത്തിന്റെ റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും കൂടുതലാണ് എന്നതാണ് അതിനർത്ഥം. മാത്രമല്ല, ഒരു ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. ഉദാഹരണത്തിന് 2020 മാർച്ച്, അതായത് കോവിഡിന്റെ സമയത്ത് 38% സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായത്. അതേസമയം സ്വർണ്ണമാവട്ടെ 13 മുതൽ 14% വരെ മുകളിലോട്ടും പോയി. അതുകൊണ്ട് തന്നെയാണ് സ്വർണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത്. സോ ഓരോ വർഷവും ഉണ്ടായ നേട്ടത്തിന്റെ ഒരു ബ്രേക്ക് ഡൗണിലേക്ക് നമുക്ക് പോകാം. 1970കളിൽ 23.8% റിട്ടേൺസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 1980കളിലേക്ക് വരുന്ന സമയത്ത് അത് 5.2%, 1990കളിലാവുമ്പോഴേക്കും 15.1%, 2010 മുതൽ 2020 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അത് 7.8% 2020 മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു സമയത്ത് 18% റിട്ടേൺസ് ആണ് ഗോൾഡ് ഇതുവരെ നമുക്ക് തന്നത്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും, പക്ഷേ അത് ഉറപ്പുള്ള അല്ലെങ്കിൽ എപ്പോഴും ഡെലിവർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം പരിശോധിക്കാം. അതായത് ഏത് ടൈപ്പ് ഓഫ് ഗോൾഡ് ആണ് ഏറ്റവും മികച്ച റിട്ടേൺ തരുന്നത്? ഫിസിക്കൽ ഗോൾഡായ ജ്വല്ലറികൾ, കോയിനുകൾ, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഇതെല്ലാം വളരെ ടെംപ്റ്റേറ്റിംഗ് ആണ്. പക്ഷെ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ മേക്കിംഗ് ചാർജും GSTയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. സേഫ്റ്റിക്കായിട്ട് ഒരു ലോക്കർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഈ സ്വർണം നിങ്ങൾ വിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഫിറ്റും കുറയാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെയാണ് എക്സ്പെർട്ട് സജസ്റ്റ് ചെയ്യുന്നത്, ഒന്നുകിൽ നിങ്ങൾ ഗോൾഡ് ETF-ൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക. ഗോൾഡ് ETF-കൾ ഡയറക്ട്ലി ഫിസിക്കൽ സ്വർണ്ണത്തിലേക്ക് നിക്ഷേപിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് വിലയും കുറവാണ്. മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻസ്റ്റന്റ്ലി സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേസമയം ഗോൾഡ് സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ അത് ഗോൾഡ് ETF പോലെയുള്ള അസറ്റുകളിൽ നിക്ഷേപിക്കുന്നു. ഇതിന് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമില്ല, പക്ഷെ വില കുറച്ച് കൂടുതലാണ്. ദീർഘകാല നിക്ഷേപകർക്ക് ഗോൾഡ് ETF-ൽ നിക്ഷേപിക്കുന്നത് കൂടുതൽ കോസ്റ്റ് എഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിയുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത്, ഗോൾഡിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാ പണവും സ്വർണ്ണത്തിലേക്ക് മാത്രം നിക്ഷേപിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. സോ സ്റ്റോക്ക് മാർക്കറ്റുകളെക്കാൾ സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ, കുറഞ്ഞ റിസ്ക് ലഭിക്കുന്ന മറ്റൊരു ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തായിരിക്കും അത്? അവിടെയാണ് കോർപ്പറേറ്റ് ബോണ്ടുകൾ നിങ്ങൾക്കായി ഉള്ളത്. മുൻപത്തെ സാഹചര്യങ്ങളിലാണെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ ഇന്നാവട്ടെ ഏതൊരു സാധാരണക്കാരനും കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിൻ വെൽത്ത് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നിങ്ങളുടെ ഗോൾഡ് അലോക്കേഷൻ എങ്ങനെയാണ് ബോണ്ടുകൾ കോംപ്രമൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 1000 രൂപയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 9 മുതൽ 12% വരെ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺസും ലഭിക്കും. ഇത് FD-യേക്കാളോ PPF-നേക്കാളോ വളരെ വളരെ കൂടുതലാണ്. മാത്രമല്ല ഇതുവരെ യാതൊരു തരത്തിലുള്ള ഡിഫോൾട്ടുകളും ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടാതെ വിൽക്കാനും വാങ്ങാനും ഈസിയാണ്. അതുപോലെ തന്നെ വിൻ വെൽത്ത് പ്ലാറ്റ്ഫോമിൽ അത് ചെയ്യാനും നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദുർഘടമായ സാഹചര്യത്തിൽ സ്വർണം നമ്മളെ സഹായിക്കുമെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ ബോണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ദിസ് ഈസ് ഫോർ ഓൺലി ഇൻഫർമേഷൻ, നോട്ട് ഫോർ റെക്കമെൻഡേഷൻ. ഗോൾഡ് ETF-കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിപ്പോൺ ഇന്ത്യ ETF, Gold BEES, SBI Gold Exchange Trader Scheme, ICICI Prudential Gold ETF. ഇനി ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ SBI Gold Fund,
ആക്സിസ് ഗോൾഡ് ഫണ്ട്, HDFC ഗോൾഡ് ഫണ്ട് ഓഫ് ഫണ്ട്സ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ടുള്ള ഒരു റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് സംസാരിക്കുക. സോ ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ 10 ഗ്രാം ഗോൾഡിന്റെ വില 1,10,000 രൂപയാണ്. വില ചിലപ്പോൾ ഇനി കുറഞ്ഞേക്കാം, അതല്ല ഇനിയും കൂടാനും സാധ്യതയുണ്ട്. നമുക്കത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇത്തരത്തിൽ കാത്തിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഒന്നുകിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റെഗുലർ ആയിട്ട് SIP യിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഗോൾഡ് ETF ൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയത്തും സ്വർണം എപ്പോഴും നിക്ഷേപകരെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയുടെ 10 മുതൽ 12% വരെ സ്വർണത്തിലായിരിക്കണം എന്ന് പറയുന്നത്. ഇത് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ബോണ്ടുകൾ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൂടുതൽ ശക്തമാക്കും. സോ നിങ്ങൾ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്വർണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, ആർ യു ഇൻവെസ്റ്റിംഗ് ഇൻ ദ റൈറ്റ് വേ? അതല്ല എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിലൂടെ അത് മനസ്സിലായിട്ടുണ്ടാകും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.